നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സംസ്ഥാനത്ത് താരം കാരണഭൂതനല്ല, നമ്മുടെ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാനാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ പ്രകടമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ തടയാൻ SFI പിള്ളേരെ നമ്മുടെ കാരണഭൂതൻ ഇറക്കി വിട്ടിട്ടുണ്ട്. ഗവർണർ തന്നെ പറയുകയുണ്ടായി, പിണറായിയുടെ ക്രിമിനൽസാണ് എന്നെ തടയാനായിട്ട് വരുന്നത്. ആ തടയാനായിട്ട് വരുന്ന പോലീസുകാരോ അവരുടെ കൃത്യം നിർവഹിക്കുന്നു. പോലീസിന് അവരുടെ ചുമതല നിർവഹിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്ന് ഗവർണറും പറയുന്നു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇനി പോലീസിൻ്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി പുറപ്പെട്ട അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോലും അറിയിച്ചിരുന്നില്ല. കോഴിക്കോട് നഗരം മുഴുവൻ ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഗവർണർ മാനാഞ്ചിറയിലും മിഠായി തെരുവിലുമായിട്ട് അങ്ങനെ എല്ലാവരുമായിട്ടും വളരെ ഇടപഴകി വർത്തമാനം പറഞ്ഞ് സെൽഫി എടുത്ത് അവിടെ കടകളിൽ കയറി അലുവ കഴിച്ച് തുണിക്കടകളിൽ കയറി ആൾക്കാരുമായിട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം എന്തായാലും ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഗവർണറെയാണിപ്പോൾ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI പിള്ളേർ പറയുന്ന തരത്തിലുള്ളൊരു ഗവർണറല്ല, ഒരു മാനുഷിക മുഖമുള്ള ഗവർണറെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ആ ഗവർണറെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഈ SFI പിള്ളേർക്ക് അറിയത്തില്ല, അല്ലെ ആർഷോയ്ക്ക് അറിയത്തില്ല. ആർഷോയുടെ ആർപ്പുവിളി എന്തായിരുന്നു? ആ ആർപ്പുവിളിയൊക്കെ ഇനിയിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഈ നേതാക്കന്മാരൊക്കെ SFI പിള്ളേരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ നേതാക്കന്മാരുടെയും മന്ത്രി പ്രമുഖന്മാരുടെയും ഒക്കെ തന്നെ മക്കൾ പഠിക്കുന്നതും അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതും ഒക്കെ എവിടെയാണെന്നുള്ളത് ഒന്ന് ചികഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് കുറേ പാവം പിടിച്ച പിള്ളേരെ ഇവിടെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അവരെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. എന്താണ് അവരെ കൊണ്ട് വിളിപ്പിക്കുന്നത്? കോളേജുകളിലൊക്കെ വിളിപ്പിച്ചല്ലോ. പറയുന്നത് ആരെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല, ചെന്നിത്തലയുടെ പിള്ളേരല്ല, പിന്നെ ആരുടെയാണെന്ന് നമുക്കറിയാമല്ലോ. കാരണഭൂതൻ്റെ പിള്ളേർ തന്നെയാണെന്നുള്ളതാണ്. അവർക്കല്ലേ ഇത്തരത്തിലുള്ള രീതിയിൽ അക്രമാസക്തമാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഗവർണറോടാണിപ്പോൾ ഇവിടെ കളി മുഴുവൻ. ഗവർണർ പറഞ്ഞിരിക്കുകയാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഞാൻ. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് കേരളത്തിലേത്. എല്ലാ സംവിധാനങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ടാകും, എന്നിരുന്നാലും കേരളത്തിലെ പോലീസ് സംവിധാനം മികച്ചതാണ്. ഒരു കാരണവശാലും ഞാൻ അവരെ കുറ്റം പറയില്ല. അവരെ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങളിൽ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഗവർണർ പറയുന്നത്. ഇതിൽ 3ാമത്തെ സ്ഥലത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത്. അത് ഞാൻ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഇനി ഒരു സുരക്ഷയും ആവശ്യമില്ലെന്ന് പോലീസിനോട് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നെ ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ. പോലീസിനെ എൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ SFIക്കാരോട് പറയും. കാരണം പിന്നീട് ഉണ്ടാകാൻ പോകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. SFIക്കാർ മാത്രമാണ് പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് സ്നേഹമാണ്. കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെ വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്താണ് എന്ന് ഗവർണർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു.